ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹ്യൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ നടക്കുന്ന റോഡിയോവും എക്സിബിഷനും ഒക്കെ കാണാൻ പോയാലോ? റോഡിയോ എന്നത് കന്നുകാലികളുടെ പ്രദർശനവും അവയെക്കൊണ്ടുള്ള കോമ്പറ്റീഷൻസും ഒക്കെയാണ്. ഇതുകൂടാതെ മറ്റു പല എക്സിബിഷൻസും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ കൂടെ കാർണിവൽ, ഹോഴ്സ് ഷോ, മ്യൂസിക്കൽ ആക്ട്സ് എന്നിവയും പ്രധാനമാണ്. 20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന ഉദ്ദേശം അഗ്രികൾച്ചറലിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. ഇത് എല്ലാ വർഷവും ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടാകാറുണ്ട്. റോഡിയോവിൻ്റെ പ്രധാന ഏരിയയാണിത്. ഈ ഹാളിലാണ് കന്നുകാലികളെയും മറ്റും പ്രദർശിപ്പിക്കുന്നത്. കണ്ടോ, ഇവിടെ എക്സിബിഷനിലെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൗബോയ്സ്, കൗ ഗേൾസ് ഒക്കെ അവരുടെ കാറ്റിൽസിനെ പ്രദർശിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഒരു 4-5 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ ചുറ്റി നടന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇതിൽ ഉള്ളിലേക്ക് കയറാൻ പ്രവേശന ഫീസ് ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുള്ള കാഴ്ചകൾ. ഓരോരോ ബാച്ചിലും 10 വീതം കാറ്റിൽസിനെയാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ ഏരിയയിൽ ഇനി വെഹിക്കിൾസിൻ്റെ പ്രദർശനമാണ്. കാറുകളെ കൂടാതെ മറ്റ് ട്രക്കുകൾ, ട്രാക്ടേഴ്സ് ഒക്കെ ധാരാളമായി പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇവിടെ. JCB, അതുകൂടാതെ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് വെഹിക്കിൾസ് ഒക്കെ ഈ പ്രദർശനത്തിൻ്റെ മുതൽക്കൂട്ടാണ്.
കണ്ടോ, ഇവിടെയൊക്കെ ധാരാളം കന്നുകാലികളെ കാണാം. ഇതൊക്കെ വിവിധ തരങ്ങളായ കന്നുകാലികളാണ്. ചില കന്നുകാലികളുടെ കൊമ്പ് നോക്കൂ, എത്ര വലുതാണ്. കുറേയധികം കാറ്റിൽസ് ഇവിടെയുണ്ട്. പല ഏരിയയിൽ നിന്നും വന്നിട്ട് ആൾക്കാരൊക്കെ ഇവിടെ താവളമടിച്ചിരിക്കുകയാണ് അവരുടെ കന്നുകാലികളുടെ പ്രദർശനം കാഴ്ചവെക്കാൻ. ഞങ്ങളിവിടെ പോയിരുന്നത് ഇതൊക്കെ കഴിയുന്നതിനും ഒരു ദിവസം മുമ്പേ മാത്രമാണ്. അതുകൊണ്ട് കുറേ സംഗതികളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ടൈമിങ്സ് പ്രവൃത്തി ദിവസങ്ങളിൽ 6:45 PM മുതൽ 9 PM വരെയാണ്. മറ്റുള്ള വീക്കെൻഡ് ഡേയ്സിൽ 2:45 PM മുതൽ 9 PM വരെയാണ്. ഈ ഏരിയയിൽ കൃഷി ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന വെഹിക്കിൾസ് ഒക്കെ ധാരാളമായി പ്രദർശിപ്പിച്ചതായി കാണാം. ഇത് മറ്റ് വളർത്തുമൃഗങ്ങളുടെ ഏരിയയാണ്. ഇവിടെ ആടുകളെയും പന്നികളെയും അവയുടെ കുട്ടികളെയും ഒക്കെ കാണാം. പിന്നെ പശുക്കളുണ്ട്. അവയുടെ റീസെൻ്റായിട്ട് പ്രസവിച്ച പശുക്കിടാങ്ങളുമുണ്ട്. പിന്നെ ഇത് വിശാലമായ ഫുഡ് കോർട്ട്. അത് എല്ലാ മോളുകളിലും പിന്നെ എക്സിബിഷൻസ് ഉള്ള സ്ഥലങ്ങളിലും ഒക്കെ എവിടെയായാലും സുലഭമായി കാണാവുന്നതല്ലേ. അപ്പോൾ
ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്നാക്സും മേടിച്ചിട്ട് പിന്നെ കുട്ടികൾക്കായി കളിക്കാനുള്ള ഏരിയയുണ്ട്, അവിടത്തേക്ക് പോയി. വലിയൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ. ഒരു വർഷം 20 ദിവസം നടക്കുന്ന ഈ റോഡിയോ അതായത് എക്സിബിഷനിൽ ഏകദേശം 2 മില്യൺ ആൾക്കാർ വന്നു പോകുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഇങ്ങോട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാനും മറ്റ് മ്യൂസിക്കൽ ആക്ടിവിറ്റീസിനും ഒക്കെയുള്ള സ്ഥലമാണ്. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ, സീ യു.